അപ്പോൾ എല്ലാവർക്കും എന്താ വിശേഷം? സുഖമായിട്ട് ഇരിക്കുന്ന? മഴയൊക്കെ പെയ്യുണ്ടായി. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് കൊള്ളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൊള്ളി ഉണ്ടാക്കണം കേട്ടോ. ഞങ്ങളിവിടെ കൊള്ളി എന്നാണ് പറയുക. മലപ്പുറത്ത് പൂള എന്ന് പറയും, ചിലയിടത്ത് കപ്പ എന്ന് പറയും, മരച്ചീനി എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിങ്ങനെ തൊലി പൊളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നു, മയിൽ വന്നിട്ട്. അപ്പോൾ അതിനെ വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ അതവിടെ വന്ന് ചോറൊക്കെ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി ചോറ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോറൊക്കെ വന്ന് കൊത്തി തിന്നുണ്ടായിരുന്നു കേട്ടോ. അത് തിന്നണ്ടപ്പോൾ വീഡിയോ എടുത്തതാ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ മയിലിൻ്റെ കൂട്ടുകാരിനെയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഓടിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊള്ളീൻ്റെ തൊലി പൊളിക്കൽ കഴിഞ്ഞ് നന്നായിട്ട് കഴുകി ഇനി കൊത്തി നുറുക്കണം കേട്ടോ. അപ്പോൾ കൊത്തി നുറുക്കണ കാണുമ്പോൾ വാപ്പിച്ച് എന്നോട് ചോദിക്കും, നീനാരാ കൊള്ളി കൊത്തി നുറുക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. വേറെ ഒന്നും കണ്ടല്ല, അത് പല സൈസ് വലിപ്പമായി ആകുമ്പോൾ അങ്ങനെ ചോദിക്കും. കൊത്തി നുറുക്കലൊക്കെ കഴിഞ്ഞത് വേവിച്ച് ഇനിയിപ്പോൾ ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടിയും കുത്തി അത് വെളിച്ചെണ്ണയിൽ തൂമ്പിച്ച് കറിവേപ്പിലിട്ട് വേവിച്ച് വെച്ച കൊള്ളിയിലേക്ക് ഇട്ട് ഇളക്കി വിട്ടുക. അങ്ങനെ ഉണ്ടാക്കാനാണ്. അപ്പം അങ്ങനെയാണ് ഇട്ടുണ്ടാക്കിയെന്ന്. ഇക്കാക്കൊക്കെ വെറുതെ പുഴുങ്ങണേക്കാട്ടിലും ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, കട്ടൻ ചായ ഇത് മാത്രം മതി. പിന്നെ ഞാൻ ഉച്ചക്ക് ബോട്ടി ഇറച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊള്ളിയും കൂടിയാണ് കഴിക്കണേ. ഞാൻ ബോട്ടി കഴിക്കില്ല, ഇക്കാക്കും പിള്ളേരൊക്കെ കഴിച്ചു. അവരപ്പോൾ അത് കൂട്ടിയിട്ട് ഇക്കാക്ക് അതേ കഴിക്കുന്നു. ബോട്ടിയും കൊള്ളിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് കഴിക്കാനുണ്ട്. കട്ടൻ ചായയൊക്കെ കുടിച്ച് ആളവിടെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഞാൻ പിന്നെ കൊള്ളി അത് മാത്രം കഴിച്ചുള്ളൂ, ബോട്ടി കഴിച്ചില്ല. ഇക്കാ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ടെക്കാക്കാൻ്റെ മിക്സിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്